CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിട്ട് കെ രാഗേഷിനെ നിയോഗിച്ചിരിക്കുകയാണ്. MV ജയരാജൻ മാറിയ സാഹചര്യത്തിലാണ് രാഗേഷ് അവിടെ വരുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പാണ്. വലിയ വെല്ലുവിളിയാണ് വാസ്തവത്തിൽ CPM കേരളത്തിൽ നേരിടുന്നത്. തുടർഭരണം കിട്ടിയില്ലെങ്കിൽ അത് CPM-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. അപ്പോൾ കണ്ണൂർ പോലെ പാർട്ടിയുടെ പുന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന ഒരു ജില്ലയിൽ കെ രാഗേഷ് എന്ന ചെറുപ്പക്കാരനെ നിയോഗിച്ചിരിക്കുകയാണ്. ഇതിലൂടെ CPM നൽകുന്ന സന്ദേശം എന്താണ്? കണ്ണൂർ ജില്ല CPM-ന്റെ ശക്തി ദുർഗം പൊന്നാപുരം കോട്ട തന്നെയാണ്, സംശയമില്ല. അവിടെ ജില്ലാ സെക്രട്ടറിയായി MV ജയരാജനെ മാറ്റി കെ രാഗേഷിനെ കൊണ്ടുവരുന്ന ഒരു തലമുറ മാറ്റത്തിൻ്റെ സൂചനയായി കാണാം. കെ രാഗേഷിനെ പാർട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ രാജ്യസഭയിൽ എത്തിച്ചതാണ്. SFIയുടെ ദേശീയ അധ്യക്ഷൻ ആയിരുന്നയാളാണ്. പക്ഷേ ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രതീക്ഷിതമെന്ന് പറയാനാവില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊമോഷൻ പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂട്ടിൽ നോക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനം, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഭാവി വളർച്ചയുടെ ഏറ്റവും വലിയ പടവുകളിലൊന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം. മുൻകാലങ്ങളിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദനും EP ജയരാജനും എല്ലാം തന്നെ മുകളിലേക്കുള്ള പ്രയാണത്തിലായിരുന്നു. വലിയ നേതാക്കളെല്ലാം തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് വളരെ പെട്ടെന്ന് മുകളിലേക്ക് കയറിയത്. അങ്ങനെയെങ്കിൽ രാഗേഷിന് ഇത് കൃത്യമായ ഒരു പ്രമോഷൻ തന്നെയാണ് എന്ന് വേണമെങ്കിൽ കാണാം. യഥാർത്ഥത്തിൽ കണ്ണൂരെ CPM ദൃഢമാണ്, ശക്തമാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പൊക്കെ ജയിച്ചിട്ട് എത്ര കാലമായി എന്നൊരു ചോദ്യം ഉണ്ട്. അബ്ദുള്ള കുട്ടിക്കൊക്കെ ശേഷം കൺസിസ്റ്റൻ്റായി കണ്ണൂർ സീറ്റ് ജയിച്ചു വരുന്നത് മാത്രമല്ല, വടകര സീറ്റ് അതിശക്തമായ കമ്മ്യൂണിസ്റ്റ് സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ട്രഡീഷണൽ കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ഏറെയുള്ള മേഖലയിൽ കണ്ണൂരിനോട് സമീപം പ്രദേശമല്ലേ. അവിടെയൊക്കെ പാർട്ടിയെ വിജയിപ്പിച്ചെടുക്കാൻ തക്ക ഒരു വൈഭവം പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടോ എന്നതാണ് വലിയ ചോദ്യചിഹ്നം. അതുകൊണ്ട് ഒരു വലിയ ചാലഞ്ച് തന്നെയാണ് രാഗേഷ് നേരെ പാർട്ടി നീട്ടിയിട്ടുള്ളതെന്ന് കാണാം. മാത്രമല്ല, ജയരാജന്മാർ അരങ്ങുവാണ് ഒരു കാലം. കണ്ണൂർ ജില്ലയിലെ 3 ജയരാജന്മാർ, EP ജയരാജൻ, MV ജയരാജൻ, P ജയരാജനെ വളരെ നേരത്തെ തന്നെ മുകളിലോട്ടുള്ള പ്രയാണത്തിൽ നിന്നും മാറ്റി നിർത്തി. PJ ഒരു കൾട്ട് ഫിഗറായിട്ട് വരികയാണ്. PJ ആർമി അദ്ദേഹത്തിൻ്റെ ചിറകും വാലും എല്ലാം അരിഞ്ഞ് നാനാവിധമാക്കി. പക്ഷെ ഇപ്പോഴും കണ്ണൂരിൽ ഇതിഹാസ നായകൻ്റെ ഒരു രൂപത്തിലാണ് P ജയരാജൻ ഇപ്പോൾ നിൽക്കുന്നത്. PJ ആർമിയുടെയൊക്കെ ഒരു ബാക്കി പത്രം ഇന്നുമുണ്ട്. ഏറെ സഖാക്കന്മാർ അദ്ദേഹത്തോട് വ്യക്തിപരമായി കൂറ് പുലർത്തുന്നവരുമുണ്ട്. വീരാരാധന വേണ്ട എന്ന് പറയുമ്പോഴും കാരണഭൂതന്മാരും പൂർണ്ണസൂര്യന്മാരും അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളെല്ലാം ഗോഡ്ഫാദർ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലെക്സിക്കോണിലുണ്ട് എന്നുകൂടി ഓർക്കണം. അപ്പം രാഗേഷിന്റെയും ഗോഡ്ഫാദർ ആയിരുന്നു P ജയരാജൻ. രാഗേഷിന്റെയും ഗോഡ്ഫാദർ ആയിരുന്നു P ജയരാജൻ. പിന്നീട് സാക്ഷാൽ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് രാഗേഷ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെയുള്ള കേസ് പോലും പ്രിയ വർഗീസ്, അപ്പം സംസ്കൃത സർവകലാശാലയിലെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വാധീനം, മുഖ്യമന്ത്രിയുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പമെല്ലാം പ്രയോജനം ചെയ്തു എന്ന് വേണം കരുതാൻ. ഇപ്പോഴിതാ മുഖ്യമന്ത്രി സ്വന്തം ജില്ലയിൽ സ്വന്തം താല്പര്യമനുസരിച്ച് തന്നെ ഒരാളെ കൊണ്ടുവന്നു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ശക്തരായ നേതാക്കന്മാർ ഒരർത്ഥത്തിൽ സംസ്ഥാന സെക്രട്ടറിക്ക് തുല്യമായ പദവിയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. തീർച്ചയായും അവിടെ നിന്നാണ് സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് പിന്നീട് പരിഗണിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ദേശീയ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പോലും ഭാവിയിൽ പരിഗണിക്കപ്പെടാൻ തക്ക പ്രായ പരിധിക്കുള്ളിലാണ് കെ രാഗേഷിൻ്റെ സ്ഥാനം. അതുകൊണ്ട് ഒരു താരോദയം എന്ന് പറയാനാവില്ല എങ്കിലും ഒരു വീരപരിവേഷം അടിത്തറയിട്ട് വളർത്തുന്നൊരു സമീപനമാണ്. എന്തായാലും സാർ, ഇപ്പോൾ ഈ ജയരാജന്മാർ വാസ്തവത്തിൽ അങ്ങ് പറഞ്ഞു ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കണ്ണൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ട്, ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചിട്ട്, അതുപോലെ വടകര ഒക്കെ വലിയ പരാജയമാണ് CPM-ന് സംഭവിച്ചത്. ഇടയ്ക്ക് ഒരു ശ്രീമതി ടീച്ചർ ഒരു തവണ ജയിച്ചത് ഒഴിച്ചാൽ 2009 തൊട്ട് തുടർച്ചയായിട്ട് പരാജയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഈ സാഹചര്യത്തിൽ രാഗേഷിന് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി അധികം മാസങ്ങളില്ല. ഏതാണ്ട് 6 മാസം കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പും വരികയാണ്.
അപ്പോൾ ഈ മാറിയ സാഹചര്യത്തിൽ രാഗേഷിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഒന്ന് വ്യക്തിപരമായി ഉള്ള ഇഷ്ടാനിഷ്ടങ്ങളേറെ ഉള്ളൊരു സ്ഥലമാണ് കണ്ണൂർ. നേതാക്കൾ തമ്മിൽ ഉള്ള ഇഴയടുപ്പം മുൻകാലങ്ങളിലെ പോലെ ഇല്ല. അതിൻ്റെ ഭാഗമായി വിഭാഗീയതയും ഗ്രൂപ്പ് വഴക്കുകളും, അത് പിണറായി വിജയൻ ഒരു മഹാമേരു പോലെ നിൽക്കുന്നത് കൊണ്ട് ഗ്രൂപ്പ് വഴക്കുകൾ പുറമേ വരുന്നില്ല, അല്ലെങ്കിൽ മൂടി വയ്ക്കപ്പെടുന്നു. പക്ഷേ ഇതൊരു പുകയുന്ന അഗ്നിപർവ്വതം എന്ന രീതിയിൽ തന്നെയാണ് കണ്ണൂരെ ഒരു പാർട്ടിക്കുള്ളിലെ അന്തരീക്ഷം. സാർ, അതിനെക്കുറിച്ച് ഒരു ചോദ്യം ഇടയ്ക്ക്, ഈ വിഭാഗീയതയുടെ കാര്യം അങ്ങ് പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പോലും പാർട്ടി പുറകിലേക്ക് പോയി. പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം ബൂത്തിൽ വരെ പുറകിലേക്ക് പോയി. അങ്ങനെ ഒരു സാഹചര്യം കണ്ണൂരിൽ ഈ ഉമിത്തി പോലെ നീറി പുകയുന്നുണ്ട്. അതും കൂടി നമ്മൾ ഇതിനകത്ത് വിലയിരുത്തേണ്ടതല്ലേ? നമ്മൾ മറ്റ് ഇടങ്ങളിൽ നിന്നും CPMൻ്റെ ട്രഡീഷണൽ വോട്ട് ബേസ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും കൊല്ലമല്ല ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലുമൊക്കെ ഇറോഷൻ സംഭവിച്ചതിനെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു. പക്ഷേ കണ്ണൂർ എന്ന പാർട്ടിയുടെ സ്വന്തം തട്ടകത്തിൽ തന്നെ ആ ഒരു ഇറോഷൻ സംഭവിച്ചു. അത് UDF സ്ഥാനാർത്ഥിക്ക് പ്രയോജനകരമായി വന്നു. ആത്യന്തികമായി BJPയിലേക്കും ഏറെ ചോർച്ച ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ. അപ്പോൾ കണ്ണൂരൊന്നും BJPക്ക് കടന്നു കയറാൻ RSSന് സ്വാധീനമുണ്ടായെങ്കിൽ പോലും BJPക്ക് പാർലമെന്ററി നേട്ടം അധികം ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ലാത്ത. കണ്ണൂർ വടകര മണ്ഡലങ്ങളിലുള്ള ഒരു പ്രത്യേകത, കാലങ്ങളായിട്ട് അവിടെ CPM ജയിക്കാതിരിക്കാനായിട്ട് BJPയുടെ വോട്ട്, അത് മറ്റ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഒറ്റ കാരണമേ ഉള്ളൂ, CPM തോൽക്കണം, CPM ജയിക്കരുത്. ഈ ഉദ്ദേശത്തോടു കൂടി ഈ പറയുന്നത് പോലെ ലോക്സഭയിൽ മത്സരം വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPയുടെ വോട്ട് വലിയ തോതിൽ ഈ UDF സ്ഥാനാർത്ഥിക്ക് പോകുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായിട്ട് അതിൽ വ്യത്യാസം കാണുന്നുണ്ട്. നമ്മുടെ വടകരയിലാകട്ടെ കണ്ണൂരാകട്ടെ BJPയുടെ വോട്ട് കൂടി വരുന്നുണ്ട്. എന്നിട്ടും CPM തോക്കുകയാണ് അവിടെ. BJPക്ക് ഏറെ സാധ്യതയുള്ള മണ്ഡലം കുറച്ചുകൂടി വടക്കാണ്. കാസർഗോഡ് മേഖലയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളാണ്. കാസർഗോഡ് മണ്ഡലത്തിലെ മഞ്ചേശ്വരം സീറ്റും അത് കാസർഗോഡ് സീറ്റും തീർച്ചയായും മുസ്ലിം ലീഗുമായി മത്സരിക്കുന്ന സീറ്റുകളാണ്. BJPക്ക് വിജയസാധ്യതയുള്ള സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയും മായി വലിയ രീതിയിലുള്ള കോൺസെൻട്രേഷൻ വരുമ്പോൾ CPM വോട്ടുകൾ മുസ്ലിം ലീഗിലേക്ക് തിരിയുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് തിരിയുന്നു എന്ന ഒരു ആക്ഷേപമുണ്ട്. UDFിലേക്ക് പോകാറുണ്ട്, അതൊരു വസ്തുതയാണ്. പക്ഷേ അതിന് ബദലായി തിരിച്ചും CPM സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ BJP വോട്ടുകൾ കോൺഗ്രസിലേക്ക് മറിയുന്നൊരു സാഹചര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള ഇടങ്ങളിൽ. അതിനുള്ള പ്രധാന കാരണം അതൊരു കാരണമാണ്. അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് വിഭാഗങ്ങൾ സ്വല്പം ഖിന്നരാണ്. സോഷ്യലിസ്റ്റുകൾക്ക് വലിയ വേരോട്ടമുണ്ട്. ജനതാദൾ അതാണ് സോഷ്യലിസ്റ്റുകളുടെ പിന്മുറയാണല്ലോ ജനതാദൾ. ജനതാദളിനൊക്കെ പിന്നെ സ്വാധീനമുള്ള സ്ഥലത്ത് MP വീരേന്ദ്രകുമാറിനെ ഒരു സീറ്റ് നിഷേധിക്കുന്നു. അതുമാത്രമല്ല സോഷ്യലിസ്റ്റുകൾക്ക് പ്രഭാവം നഷ്ടപ്പെടുന്നു. പിണറായിസം എന്ന രീതിയിൽ അവിടുത്തെ കമ്മ്യൂണിസം മാറുന്നു. ഇതൊന്നും തന്നെ അടിയുറച്ച സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായ പലർക്കും അത്ര സുഖിക്കുന്ന കാര്യമല്ല. അതുമാത്രമല്ല മുൻകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പല കാരണങ്ങളാൽ പുറത്തു പോകേണ്ടി വന്നവരുടെ വലിയ നമ്പറുള്ള ഇടമാണ് കണ്ണൂർ ജില്ല, വടകര ഭാഗങ്ങളൊക്കെ. അപ്പം ഉദാഹരണങ്ങൾ. അതെ. അപ്പോൾ ആ ഒരു കാര്യം പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം പാർട്ടി അനുഭവിക്കുന്നു. അപ്പോൾ പാർട്ടിക്ക് യു കാൻ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്, സപ്പോർട്ട് കാൻ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. അതുകൊണ്ടാണ് പാർട്ടിയുടെ താഴെ തലങ്ങളിലേക്ക് പാർട്ടിയുടെ സംഘടനാ സംവിധാനം എത്തിക്കുക മാത്രമല്ല ഗുഡ് വിൽ ഫാക്ടർ തിരിച്ചു കൊണ്ടുവരണം. നേതാക്കൾ തമ്മിലുള്ള മൂപ്പിളമ തർക്കങ്ങൾ, EP ജയരാജൻ ഉൾപ്പെടെ അസംതൃപ്തരാണ്. കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് അംഗത്വം ലഭിച്ച, പോളിറ്റ് ബ്യൂറോയിൽ അംഗത്വം ലഭിച്ചില്ല EP ജയരാജന്. EP ജയരാജൻ തഴയപ്പെട്ടു എന്ന് പറയാനാവില്ല എങ്കിൽ പോലും വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിച്ചില്ല. സംസ്ഥാന സെക്രട്ടറി ആയി വരാവുന്നൊരു മുഖമാണ് അദ്ദേഹം സീനിയോറിറ്റി കണക്കിൽ. അദ്ദേഹം BJPയുമായി ഉണ്ടാക്കിയെന്ന് പറയുന്ന സൗഹൃദങ്ങൾ, ജവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച, അങ്ങനെയൊക്കെയുള്ള പല വിവാദ കഥാപാത്രങ്ങളുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ, അതെ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇടപാടുകളും അണ്ടർ ഹാൻഡ് ഡീലുകളും എല്ലാം തന്നെ EP ജയരാജന് വിനയായി വന്നു. പിന്നെയുള്ളത് MV ജയരാജനാണ്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി എന്ന പദവിയിൽ നിന്ന് പിന്നെ മറ്റൊരു പദവിയിലേക്ക് ഇനിയിപ്പോൾ വരികയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ കണ്ണൂർ ഒരു പുതിയ താരോദയം എന്ന രീതിയിൽ തന്നെ ആ ഒരു ലീഗിലേക്ക് കണ്ണൂരെ ബിഗ് ലീഗിലേക്ക് വരികയാണ് സാർ. അതായത് ഈ കണ്ടുമടുത്ത മുഖങ്ങളെ എല്ലാം പതുക്കെ കർട്ടന് പുറകിലേക്ക് മാറ്റിക്കൊണ്ട് ചെറുപ്പക്കാരെ മുന്നോട്ട് കൊണ്ടുവരികയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. പാർട്ടി കൃത്യമായിട്ടും യുവാക്കളാണ് പാർട്ടിയെ നയിക്കുന്നത്
യുവാക്കളാണ് പാർട്ടിയുടെ ശക്തി എന്നൊരു സന്ദേശമാണ് ഇതിലൂടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ കുടിപ്പകകൾ പലതും സീനിയർ നേതാക്കൾക്കെതിരെ നേഴ്സ് ചെയ്തിരുന്ന കുടിപ്പകകൾ ഇത് ഒഴിവാക്കാനുള്ള നല്ല മാർഗം ഒരു ഫ്രഷ് ഫേസ് കൊണ്ടുവരിക, താരതമ്യേന ഫ്രഷ് ഫേസ്. പാർട്ടിയിൽ പരിചിതനാണ്, SFI കാലഘട്ടം മുതൽ ദീർഘമായി പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ്. പക്ഷേ ഒരു ആൻറ്റി ഇൻകംബൻസി മറികടക്കാനുള്ള നല്ല ഒരു നീക്കമായി വേണമെങ്കിൽ ഇതിനെ കാണാം. പൊതുവെ ഇപ്പം വിവാദങ്ങൾ അദ്ദേഹത്തെ വ്യക്തിപരമായി ബാധിച്ചില്ല. ഇതിന് ഭാര്യയുടെ പേരിൽ വിവാദങ്ങൾ ഉണ്ടെങ്കിലും KK രാഗേഷിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് സാമാന്യം മികച്ച ഒരു സംഘാടകനായിരുന്നു, മികച്ച സംഘാടകൻ, മികച്ച വാഗ്മി ചിന്തകൻ, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആ രീതിയിലൊക്കെ രാഗേഷിൻ്റെ ഒരു അസ്തിത്വം. കാരണം പാർട്ടിയിൽ ബുദ്ധിജീവികളെ കുറഞ്ഞു വരുന്നൊരു കാലമാണ്. ഇപ്പം അവസാനം അവശേഷിച്ച ഒരു ബുദ്ധിജീവിയെ കേന്ദ്ര ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് MA ബേബിയെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ബാക്കി തലങ്ങളിലൊക്കെ ബുദ്ധിജീവികളുടെ ഒരു കുറവുണ്ട്. അപ്പോൾ അത് നികത്താൻ KK രാഗേഷിനെ പോലെ ഒരാൾക്ക് കഴിയും എന്നതാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നൊരു കാര്യം. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. രാഗേഷിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് കണ്ടു തന്നെ അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.